ഡൽഹി റാവൂസ് IAS അക്കാദമിയിൽ മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൻ ഡാൽവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ഇന്നാണ്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വൈകിട്ട് തിരുവനന്തപുരത്തേക്ക് മൃതദേഹം എത്തിക്കും. പിതാവ് ഡാൽവിന്റെ തിരുമല തച്ചോട്ടുകാവ് താന്നിവിള വീട്ടിൽ പൊതുദർശനം നടത്തും. എറണാകുളം നീലീശ്വരം സ്വദേശിയാണ് മരിച്ച നെവിൻ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കെബിൻ ചേരുന്നു. കെബിൻ, ഈ മൃതദേഹം കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങൾ അത് വൈകിട്ട് 5 മണിയോടുകൂടി വിട്ടു നൽകുമെന്നറിയുന്നു. നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ഡൽഹി IAS അക്കാദമിയിൽ മരണപ്പെട്ട മലയാളി വിദ്യാർത്ഥി നെവിൻ ഡാൽവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാതാവിന്റെ സഹോദരൻ ഇന്നലെ തന്നെ ഡൽഹിയിൽ എത്തിച്ചേർന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് വൈകിട്ട് തന്നെ 5 മണിക്ക് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമെന്നാണ് ബന്ധുക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പിതാവ് ഡാൽവിന്റെ തിരുമലയിലുള്ള തച്ചോട്ടുകാവ് താന്നിവിള വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകളുടെ കാര്യം തീരുമാനിക്കും. ഇന്നലെ വൈകിട്ട് തന്നെ നെവിന്റെ ബന്ധു ഡൽഹിയിലെത്തി അവിടെ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് എത്തിയത്. കേരളത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കി മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കാനായിട്ടുണ്ട്. ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിലൊരു മരണ വാർത്ത അറിയുന്നത്. ഈ നെവിന്റെ അമ്മയുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് എറണാകുളം നീലേശ്വരത്ത് കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ വീട് വാങ്ങിച്ച് താമസിക്കുന്നത്. എറണാകുളം നീലേശ്വരം ഭാഗത്തുള്ള പ്രദേശവാസികളും കുടുംബത്തോട് അടുപ്പമുള്ള സുഹൃത്തുക്കളും അയൽവാസികളും എല്ലാം തന്നെ അവസാനമായി നെവിനെ ഒന്ന് കാണാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. നെവിന്റെ അച്ഛൻ റിട്ടയർഡ് പോലീസ് സൂപ്രണ്ടാണ്. അതേപോലെ തന്നെ അമ്മ കാലടി സംസ്കൃത സർവകലാശാലയിലെ ജോഗ്രഫി വിഭാഗം അധ്യാപികയാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം നെവിന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. സേതുലക്ഷ്മി. ശരി കെബിൻ, ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ അനാസ്ഥയെ തുടർന്നുണ്ടായ ഒരു വലിയൊരു അപകടം. ആ അപകടത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ ഒരാൾ മലയാളി ഡെവിൻ്റെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് എത്തിക്കും. ഈ പറയുന്ന പോലെ ഈ ഒരു അപകടം ഉണ്ടായതിനു ശേഷം വലിയ പ്രതിഷേധമാണ് ഈ റാവൂസ് IAS അക്കാദമിക്ക് മുന്നിൽ നടക്കുന്നത്. ഇന്നലെ ആരംഭിച്ച പ്രതിഷേധം അത് ഇപ്പോഴും തുടരുകയാണ്. കനത്ത മഴയിൽ കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം നിറഞ്ഞ് 3 വിദ്യാർത്ഥികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിൽ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. വിഷയം കോൺഗ്രസ് MP മണിക്കം ടാഗോർ ലോക്സഭയിൽ ഉന്നയിക്കുകയും ചെയ്യും. വിവരങ്ങളുമായി ശരത്ലാൽ ചേരുന്നു. ശരത്ത്, ഇന്നും കോച്ചിംഗ് സെന്ററുകളിൽ പരിശോധന തുടരുമെന്ന് MCD അറിയിച്ചിട്ടുണ്ട്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? മാത്രമല്ല, ഈ കോച്ചിംഗ് സെന്റർ പ്രവർത്തിച്ചിരുന്നത് യാതൊരുവിധ അനുമതിയുമില്ലാതെയാണെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ടല്ലോ. സേതുലക്ഷ്മി സൂചിപ്പിച്ച പോലെ യാതൊരു അനുമതിയും ഇല്ലാതെയാണ് കോച്ചിംഗ് സെന്ററിലെ ബേസ്മെന്റിൽ ലൈബ്രറി സ്ഥാപിച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കുറ്റം ചുമത്തി CEO-നെ, അതായത് റാവൂസ് സെന്റർ ഉടമയെ അഭിഷേക് ഗുപ്തയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ കോടതിയിൽ ഇന്ന് ഹാജരാക്കുമെന്നാണ് നമുക്കറിയുന്നത്. ഏതായാലും മരിച്ച മലയാളിയായ നെൽവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുശേഷം അത് എംബാം ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പോസ്റ്റ്മോർട്ടം ഇന്ന് ഒരു 11 മണിയോടെ കഴിയുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വിദ്യാർത്ഥികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. കാരണം ഒരു മരിച്ച വിദ്യാർത്ഥികളെ സന്ദർശിക്കാനോ ഡൽഹി സർക്കാരിന്റെ ഒരു മന്ത്രി പോലും രാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ എത്തിയില്ല എന്ന് ആരോപിച്ചാണ് ഇന്നത്തെ പ്രധാന പ്രതിഷേധം വെച്ചിരിക്കുന്നത്. കാരണം അതുപോലെ തന്നെ മരിച്ച വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നതിലും ഡൽഹി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന ഒരു ആരോപണവും വിദ്യാർത്ഥികൾ ഇന്ന് ഉന്നയിക്കുന്നുണ്ട്. 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമാണ് വിദ്യാർത്ഥികൾ ഇന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും കരോൾ ബാഗില് ഇന്ന് റോഡ് തടഞ്ഞുള്ള സമരത്തിൽ നിന്ന് ധർണയിലേക്ക് മാറിയിട്ടുണ്ട് പ്രതിഷേധത്തിന് വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പാർലമെന്റിൽ ഇക്കാര്യം കോൺഗ്രസും BJP-യും ഒരുപോലെ ഉന്നയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോൺഗ്രസിന് സഭ ചർച്ച ചെയ്ത് ഇത് പ്രശ്നം ചർച്ച ചെയ്തിടണമെന്നുള്ള അഡ്ജേൺമെന്റ് മോഷൻ കോൺഗ്രസ് MP-മാർ 4 MP-മാർ നോട്ടീസ് നൽകി കഴിഞ്ഞു. എന്നാൽ ഈ നോട്ടീസ് പരിഗണനക്കെടുക്കുമോ ഇല്ലയോ എന്നത് നമുക്ക് 11 മണിക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. BJP-യും ഇക്കാര്യം ലോക്സഭയിൽ ഉന്നയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ BJP സംസ്ഥാന ഘടകം ആപ്പിന്റെ ഓഫീസിലേക്ക് അനാസ്ഥ ആരോപിച്ച് ഇന്ന് മാർച്ച് നടത്തുന്നുണ്ട്. ഏതായാലും ദാരുണമായ സംഭവം ഇപ്പോൾ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. 13 കോച്ചിംഗ് സെന്ററുകളാണ് ഇന്നലെ പോലീസ് സീൽ വെച്ചത്. കാരണം അനധികൃതമായി പ്രവർത്തിക്കുന്നതാണ് ഈ 13 IAS കോച്ചിംഗ് കേന്ദ്രങ്ങളും. ഏതായാലും ഇപ്പോൾ
സർക്കാരിന്റെ കണ്ണു തുറക്കാൻ ഈ 3 വിദ്യാർത്ഥികളുടെ മരണം വേണ്ടി വന്നു എന്നത് വളരെ വളരെ പരിതാപകരമായ അവസ്ഥയാണ് സേതുലക്ഷ്മി. തീർച്ചയായും ശരി, അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം നമുക്കിടയിൽ ഒരു വലിയ ദുരന്തം നടക്കുമ്പോഴാണ് പലതിലും അന്വേഷണങ്ങൾ നടക്കുന്നതും പല അനാസ്ഥകളും മറനീക്കി പുറത്തു വരികയും ചെയ്തത്. എന്താണെങ്കിലും ഇത് അത്യന്തം ദാരുണമായ, അല്ലെങ്കിൽ ഈ പലരുടെയും അനാസ്ഥ മൂലം സംഭവിച്ച ഒരു വലിയ ദുരന്തം തന്നെയാണ്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘവും നിർണായകമായ കണ്ടെത്തലുകളിലാണ്. ബേസ്മെന്റിന് ഫയർഫോഴ്സ് NOC നൽകിയത് സ്റ്റോർ റൂം പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന അതീവ നിർണായകമായ കണ്ടെത്തലാണ്. ഇതിനെ തുടർന്ന് പരിശോധനകളെല്ലാം ഊർജിതവുമാണ്. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നിന്ന്.